ഹലോ, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ചൂടൊക്കെ എങ്ങനെയുണ്ടേ? പിന്നെ ഞാൻ വന്നതേ ഒരു ബ്ലോഗ് എടുക്കാനാണേ. നമുക്കൊരു കടുവ് മാങ്ങ എന്നെ കഴിഞ്ഞ് വെച്ചതാണ്. അതിങ്ങനെ ഇച്ചിരി മഞ്ഞളൊക്കെ ഇട്ട് വെച്ചതിൻ്റെ കളറാണ്. മൂവാണ്ട മാങ്ങ കേട്ടോ. അപ്പോൾ നമുക്കിതൊരു കടുവ് മാങ്ങ ഇട്ട് ചൂടൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും? നല്ല രീതിയിൽ ചൂട് പോകുന്നോ എന്ന് പറയുന്നത് എല്ലാവരും. നമുക്ക് കടുവ് മാങ്ങ ഇടാമേ. അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് ആശാസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് കടുവ് മാങ്ങ ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചാലോ? നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് 2 ഉലുവയുടെ ഉലുവപ്പൊടിയുണ്ട്. നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ നമുക്ക് നല്ല കാശ്മീരി അല്ലാത്ത മുളകും കൂടെ പൊടിച്ചതാണ്. അപ്പോൾ അതത്ര ഇടാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് കായം ഇടാം, കുറച്ച് ഉലുവ ഇടാം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടായി വരട്ടെ. നല്ലോണം മൂക്കട്ടെ. നല്ല എണ്ണയിൽ നല്ലപോലെ ഇറക്കി എല്ലാം ഇട്ടതാണ്. ഇനി നമുക്ക് മാങ്ങയിടാം. സിമ്മിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഉപ്പിടാം. നമുക്കിനി ഇളക്കാം. നമ്മുടെ മാങ്ങ വരട്ടിയെടുക്കുക. അപ്പോൾ എല്ലാത്തിനും മുളക് പിടിച്ച് നമുക്കിത് നല്ലൊരു മാങ്ങയാണ്. വിനാഗിരിയും കഴിക്കും. അപ്പം മാങ്ങ കടുമാങ്ങ റെഡിയായി. കടുമാങ്ങ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം എൻ്റെ കടുമാങ്ങ എങ്ങനെയുണ്ടെന്ന് നോക്കുക. സൂപ്പറാണ്. പോലെ ഉണ്ടാക്കാം. ഓക്കെ, ബായ്. എൻ്റെ കടുമാങ്ങ ഇതാ റെഡിയായി. എല്ലാവരും നോക്കുക. കടുമാങ്ങ വേണ്ടിയവരെ പറയുക.